നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നേരെ ഉയരുന്ന ഗുരുതരമായ ചോദ്യം തന്നെയാണ്. പക്ഷേ അയാളെ ഇന്റർവ്യൂ ചെയ്തതിന്റെ പേരിൽ ഹാഷ്മിയെ കല്ലെറിയുന്നത് എന്തിനാണ്? സോഷ്യൽ മീഡിയയിൽ ഇന്ന് ചൂടേറിയ ചർച്ചകളാണ് നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ 24 ടിവിയിലെ അവതാരകൻ ഹാഷ്മി താജ് ഇബ്രാഹിം നടത്തിയ ഒരു ഇന്റർവ്യൂ അത് പുറത്തു വന്നതോടെ വാദവും കടന്ന് വ്യക്തിഹത്യ വരെ എത്തി നിൽക്കുന്ന ആക്രമണങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ചോദ്യം ഒന്ന് മാത്രം: ഒരു വ്യക്തിയെ, അയാൾ ആരുമാകട്ടെ, അയാളെ ഇന്റർവ്യൂ ചെയ്തതുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ തെറ്റുകാരനാകുമോ? ജനാധിപത്യത്തിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് തന്നെയാണ്. അഭിപ്രായങ്ങൾ കേൾക്കുക, അത് പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കുക. അവിടെ ഇവനോട് എന്തിനു ചോദിച്ചു, ഇവനോട് ചോദിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉയരുമ്പോൾ അത് മാധ്യമ സ്വാതന്ത്ര്യത്തെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ് എങ്കിൽ അത് തെളിയിക്കേണ്ടത് നിയമവും കോടതിയും തന്നെയാണ്. അതിന്റെ അന്വേഷണങ്ങൾ അതിൻ്റെതായ വഴിക്ക് നടക്കട്ടെ. പക്ഷേ ഒരു വ്യക്തിയുടെ ഇന്റർവ്യൂ എടുത്തതിന് പേരിൽ മാധ്യമ പ്രവർത്തകനെ കല്ലെറിയുന്നത് എന്തിനാണ്? ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഭയപ്പെടുത്തുന്ന പ്രവണതയാണ്. ഇന്ന് ഇഷ്ടമല്ലാത്തവന് മൈക്ക് കൊടുത്താൽ പോലും അവൻ അപ്പുറമാണ് അല്ലെങ്കിൽ ഇപ്പുറമാണ് എന്ന ലേബലിംഗ് പോലും നടക്കുന്നു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യം നാളെ നിങ്ങളുടെ അവകാശം സംരക്ഷിക്കപ്പെടുന്ന ചോദ്യമായി മാറാം. വിമർശനങ്ങൾ അനിവാര്യമാണ്, വാദപ്രതിവാദങ്ങൾ അനിവാര്യമാണ്. പക്ഷേ വ്യക്തികളെ വേട്ടയാടുന്ന സൈബർ കല്ലേറുകൾ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഹാഷ്മി രാഹുൽ മാങ്കൂട്ടത്തെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ പ്രധാനമായും അതിൽ ശ്രദ്ധിച്ചത് ചില ചോദ്യങ്ങൾ ഹാഷ്മി വിട്ടുകളയുന്നുണ്ടോ എന്നാണ്. പക്ഷേ കൃത്യമായി തന്നെ കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങളാണ് ഹാഷ്മി രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുന്നത്. പല ചോദ്യങ്ങളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതും ആ ഇന്റർവ്യൂവിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. രാഹുൽ പറയുന്ന പല ഉത്തരങ്ങളും ഒരുപക്ഷെ നമുക്ക് വ്യക്തമാകുന്നതല്ല. 3 സ്ത്രീകളാണ്, അതിജീവിതകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി ഇപ്പോൾ രംഗത്തുള്ളത്. ഈ കേസുകളാണ് ഇപ്പോൾ കോടതിയിലുള്ളത്. മറ്റു ചിലർ പൊതുജന മധ്യത്തിലും പറഞ്ഞിട്ടുണ്ട് എന്നത് നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് സമ്മിശ്ര പ്രതികരണങ്ങൾ പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് വ്യക്തമായ കാര്യമാണ്. അതിജീവിതകൾ എന്ന് പറയുന്നവർ നിരപരാധികളാണോ എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. കാരണം ഇത് പീഡനത്തിന്റെ പരിധിയിൽ വരുമോ എന്ന ചോദ്യവും നിയമത്തിന് മുന്നിൽ വ്യക്തമായി ഉയർന്നു കേൾക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നേരത്തെ പറഞ്ഞതും ഇപ്പോൾ ഇന്റർവ്യൂവിൽ പറയുന്നതുമായ കാര്യം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. രാഹുൽ ആവർത്തിക്കുന്നത് നിയമത്തിന് വിരുദ്ധമായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. അതായത് ഇപ്പോൾ നടന്നിരിക്കുന്ന ലൈംഗിക വീഴ്ചകൾ എന്ന് പറയുന്നത് പരസ്പര സമ്മതത്തോടു കൂടിയിട്ടാണ്. അങ്ങനെ പരസ്പര സമ്മതത്തോടു കൂടി നടത്തുന്ന ലൈംഗിക വീഴ്ചകൾ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അത് കുറ്റകൃത്യമല്ല. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇത് ആവർത്തിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. നിയമത്തിന്റെ മുന്നിൽ രാഹുൽ കുറ്റക്കാരനാണോ അല്ലയോ എന്നത് കോടതി തീരുമാനിക്കേണ്ടതാണ് എന്നത് വാസ്തവമാണ്. പക്ഷേ നാം തുടർന്നു പോരുന്ന ഒരു രാഷ്ട്രീയ മര്യാദയുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ചില പ്രത്യേകതകൾ നമ്മൾ ഇപ്പോഴും തുടർന്നു പോരുന്നുണ്ട്. ആ രാഷ്ട്രീയമായ ധാർമ്മികതയാണ് ഇവിടെ പ്രധാനമായ വിഷയം. രാഹുലിന്റെ പല ന്യായീകരണങ്ങളും ഉണ്ടായിരിക്കാം, രാഹുലിനെ അനുകൂലിക്കുന്നവർക്കും പല ന്യായീകരണങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ രാഷ്ട്രീയമായ ധാർമ്മികത പുലർത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA-ക്കും രാഷ്ട്രീയ നേതാവിനും കഴിഞ്ഞിട്ടുണ്ടോ എന്നത് ഒരു പ്രധാനമായ ചോദ്യം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്തെല്ലാം ന്യായീകരണങ്ങൾ നിരത്തിയാലും ഇതുപോലെ സാമൂഹ്യ മധ്യത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്റെ ധാർമ്മികത കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനമായ കാര്യം തനിക്ക് സംഭവിച്ച തെറ്റിൽ ജനങ്ങളോട് മാപ്പ് ഏറ്റുപറയുക, അല്ലെങ്കിൽ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാകുക. കാരണം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല ഇതുപോലെ ഒരു പൊതുപ്രവർത്തന സംസ്കാരം എന്നത് അടിവരയിട്ട് തന്നെ നമുക്ക് പറയേണ്ടത് തന്നെയാണ്.